ഒരാളാണെങ്കിൽ പോലും ഞങ്ങൾ കൊന്നിട്ടേ പോകൂ, അല്ലാതെ ഇവിടെ നിന്ന് പോകില്ല. ക്യാബിനറ്റ് മന്ത്രിമാർ വരട്ടെ. തൃക്കാക്കരയിൽ മദ്യലഹരിയിൽ പോലീസിനും നാട്ടുകാർക്കും നേരെ യുവാക്കൾ കൊലവിളിയും ഭീഷണിയും മുഴക്കുന്ന പുതിയ വീഡിയോ ആണിത്. പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നതും വാഹനം തല്ലി തകർക്കുന്നതും ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണാം. കൊച്ചി നഗരത്തിൻ്റെ പ്രമുഖ മാളിലെ സുരക്ഷാ ജീവനക്കാരാണ് പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, മാരകായുധം ഉപയോഗിക്കൽ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. തൃക്കാക്കര മരോട്ടിച്ചുവട് ബിസ്മി ഗാർഡനിൽ താമസിക്കുന്ന പ്രതികൾ മദ്യപിച്ച് അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ബഹളം വയ്ക്കുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സംഭവസ്ഥലത്തെത്തിയത്. ആക്രമണത്തിൽ ഇടപ്പള്ളി ട്രാഫിക് ESI ഉദയകുമാറിന് പരിക്കേറ്റു. സംഭവത്തിൽ പ്രതികളായ യുവാക്കൾ തന്നെ മൊബൈൽ ഫോണിൽ പകർത്തിയ ദൃശ്യങ്ങളാണിത്. പോലീസ് സംഘത്തെ യുവാക്കൾ വളയുന്നതും അക്രമാസക്തരായി നിൽക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീഡിയോ എടുത്തോളൂ, ആടത്തോടെ വെല്ലുവിളിക്കണം, കൊന്നിട്ടേ ഞങ്ങള് പോവുള്ളൂ. വെല്ലുവിളിക്കണം സാറേ, കൊന്നിട്ടേ പോവുള്ളൂ. വയനാട് സ്വദേശി അക്ഷയ്, കൊല്ലം സ്വദേശി ജിനീഷ്, തിരുവനന്തപുരം സ്വദേശികളായ അജ്മൽ, അൽതാഫ്, നെന്മാറ സ്വദേശി ഷംസുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. നഗരത്തിലെ പ്രധാന മാളിലെ സെക്യൂരിറ്റി സ്റ്റാഫുകളാണ് ഈ 5 പേരും. ഐഡന്റിറ്റി കാർഡ് ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് അക്രമാസക്തരായ ഇവർ തങ്ങൾക്കെതിരെ പരാതി നൽകിയത് ആരാണെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പുതിയ മന്ത്രിസഭയിലെ ആൾക്കാർ ഇവിടെ വരട്ടെ എന്നും യുവാക്കൾ ആക്രോശിക്കുന്നുണ്ടായിരുന്നു. പോണവനെ 10 രൂപയ്ക്ക് പണി ചെയ്തിട്ട് പോണവനെ തടുത്ത് നിർത്തിയിട്ട് മിഷൻ ഊതിച്ചിട്ട് പൈസ സാധനം നിങ്ങക്ക് ഇപ്പൊ മിഷൻ സ്ഥിതി വഷളായതോടെ കൂടുതൽ പോലീസ് സ്ഥലത്തേക്കെത്തി. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന ഇടപ്പള്ളി ട്രാഫിക് ESI ഉദയകുമാറും ഇവരെ തടയാൻ ശ്രമിച്ചു. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇവർ പോലീസുകാരെ കായികമായി നേരിട്ടു. തുടർന്നുണ്ടായ അടിപിടിക്കിടെയാണ് CI ഉദയകുമാറിന്റെ കൈക്ക് പൊട്ടലുണ്ടായത്. പ്രതികളെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് നിലവിൽ പ്രതികൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഞങ്ങളെ ഇന്നലെ കൊന്നിരുന്നെങ്കിൽ എന്ത് തീരുമാനം ഉണ്ടാവുമായിരുന്നു? എന്റെ ഫാമിലിക്ക് നിങ്ങൾ കൊടുക്കുവോ? നിങ്ങൾക്കും ഇല്ലേ മക്കളും മരുമക്കളൊക്കെ? മക്കളും ഈ പൈസ കൊണ്ട് തന്നെയല്ലേ തിന്നുന്നത്? ഞങ്ങൾ നികുതി അടക്കുന്ന പൈസ കൊണ്ട് തന്നെയല്ലേ സാറുമാര് ഭക്ഷണം കഴിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ വാങ്ങി തിന്നുന്നില്ലേ? നിങ്ങളുടെ സർവീസ് ആണ്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.